നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാഷ്ട്രഭാരതിയിൽ വരുന്ന സെക്കൻഡ് പേപ്പർ നിബന്ധാണ് അടുത്ത് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വ്യായാമം ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് വരുന്ന പ്ലാസ്റ്റിക് ചോടോ പ്രകൃതിക്കോ ബച്ചായോ. ഇത് 16 മാർക്കിനാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. ഇപ്പോൾ പരീക്ഷ അടുത്ത മാസമാണ് വരുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു നിബന്ധ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവേണ്ടത് കേട്ടോ. ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ചും ചോദിക്കാം, പരിസ്ഥിതി ദിനത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഉപയോഗങ്ങളും ദോഷങ്ങളൊക്കെ എഴുതാം. വിജ്ഞാൻ ने मानव को अनेक सुख सुविधाएं प्रदान की है. ശാസ്ത്രം മനുഷ്യന് ഒരുപാട് സുഖസൗകര്യങ്ങൾ പ്രദാനം ചെയ്തു. प्लास्टिक भी उनमें से एक है. അതിലൊന്നാണ് പ്ലാസ്റ്റിക്. प्लास्टिक के आविष्कार ने दुनिया को रंग बिरंगे और आकर्षक बनाया. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തം, ആവിഷ്കാരം എന്താണ്? കണ്ടുപിടുത്തം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തം ലോകത്തെ പല നിറത്തിലുള്ള രൂപങ്ങളായിട്ട് എന്ത് ചെയ്തു? ആകർഷണത്തിൽ ഉണ്ടാക്കി. ഗർക്ക സാര ഫർണിച്ചർ. അപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്ന വീട്ടിലെ ഫർണിച്ചർ, വാഹനങ്ങൾ, കിലോന, കളിപ്പാട്ടങ്ങൾ, ഗ്ലാസുകൾ, ബർത്തൻ, പാത്രങ്ങൾ, പിന്നെ ദർവാസ, വാതിലുകൾ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള വാതിലുണ്ട്, ഫൈബറൊക്കെ ഉണ്ടാക്കില്ല. അതുപോലെ സപ്പർ പ്ലാസ്റ്റിക്കിനെ അപ്പന സാമ്രാജ്യ സ്ഥാപിത കരുതിയ. അപ്പോൾ എല്ലാ രംഗങ്ങളും പ്ലാസ്റ്റിക് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ചികിത്സാക്ക് ക്ഷേത്രമേ ക്രാന്തികാരി പരിവർത്തൻ ലായാക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചികിത്സാ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. പ്ലാസ്റ്റിക് മേ മാനവ ശരീർ കെ അംഗോ കാ നിർമ്മാണത്തൊക്കെ ഹുവാഹെ. മനുഷ്യൻ്റെ ബോഡി പാർട്ട് വരെ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. आज तरल पदार्थ से लेकर भारी भरकम सामानों की पैकिंग प्लास्टिक थैलियों में होने लगी है. ഇന്ന് പല സാധനങ്ങളും നമ്മൾ പ്ലാസ്റ്റിക്കിലാണ് കൊണ്ടുപോകുന്നത്. ക്യോങ്കി യഹ് സുവിധാജനക് സാധൻ ഹെ. അത് വളരെ സൗകര്യമുള്ളൊരു വസ്തുവാണ്. തേൽ, ദവായി, ഖാദ്യ പദാർത്ഥ, സബ്ജി, മച്ചിലി ആദി ഇൻ പ്ലാസ്റ്റിക് थैलियों में लाना सुविधाजनक है. അതുപോലെ തന്നെ തേൽ, എണ്ണ, മരുന്നുകൾ, മറ്റ് വ്യഞ്ജന പദാർത്ഥങ്ങൾ, സബ്ജി, പച്ചക്കറികൾ, മച്ചിലി, മീൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചികളിലാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും സൗകര്യം. ധൈര്യമേ ലാന സുവിധാജനക് ഹെ. പ്ലാസ്റ്റിക്കിനെ ഗുണോക്കി അപേക്ഷ അനേക ഭയങ്കര സമസ്യയെ ഉത്പന്ന കി ഹെ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒരുപാട് ഗുണമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ആജ് ചാരോ और सड़क, बाग, बगीचे, स्कूल, कॉलेज के मैदान, सभी जगह പ്ലാസ്റ്റിക് ലിഫാഫെ ഉടുത്തെ ദേഖ് സക്തേ ഹെ. ഇന്ന് റോഡുകളിലും ഗാർഡനുകളിലും സ്കൂൾ, കോളേജ്, മറ്റ് ഗ്രൗണ്ടുകളിലൊക്കെ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ദോഷം ചെയ്യുന്നു. ഇസ്കെ ദുവായി രോഗോക്കെ കാരണം ബനതാ ഹെ. അപ്പോൾ ഇതിൻ്റെ പുക ശ്വസിക്കുന്നതിലൂടെ രോഗാണുക്കൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. ജംഗലോ ഓർ പഹാടി പ്രദേശോമേ ഭ്രമണകാരിയോ ദ്വാര ചോടി ഗയി ദൈലിയം കോ ഖാക്കർ ജാൻവർ മർ ജാത്ത ഹെ. അതുപോലെ തന്നെ വനങ്ങളിലും കുന്നുപ്രദേശങ്ങൾ, മലപ്രദേശങ്ങളിലൊക്കെ യാത്രയ്ക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ആഹാര സാധനങ്ങൾ കഴിച്ചിട്ട് അത് സഞ്ചിയിലാക്കി കവറുകളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഈ വലിച്ചെറിയുന്ന സാധനത്തിലുണ്ടാകുന്ന വേസ്റ്റ് കഴിച്ച് അവിടെയുള്ള മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മരിക്കാൻ സാധ്യതയുണ്ട്. സമുദ്രമേഹി പ്ലാസ്റ്റിക് വസ്തുവും ചോടി ജാതി ഹെ. അതുപോലെ തന്നെ സമുദ്രയാത്രയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ വെള്ളത്തിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ അവിടെയും ജലം എന്ത് ചെയ്യുന്നു? മലിനമാകുന്നു. പ്ലാസ്റ്റിക് ആ സബ്സെ ബഡാ ദോഷ് ഹെ കി യഹ് ദുലൻശീൽ നഹി ഹെ. ഇതെന്ത് ചെയ്യുന്നില്ല? അലിയുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം. ഫേക്കി ഹുയി പ്ലാസ്റ്റിക് ദൈലിയ ഭൂമി പർ ആവരണ ജൈസി പടി ജാതി ഹെ. അതിങ്ങനെ ഭൂമിയിൽ ആകപ്പെട്ട് കിടക്കുകയാണ്, അലിയാൻ പറ്റാതെ. സർക്കാരിനെ പ്ലാസ്റ്റിക് ദൈലി കാ ഉപയോഗ കർണേ വാലോं पर जुर्माने करने का नियम भी लिया है. ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നിയമമായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ലോഗോं को कागज व कपड़े की थैलियों का उपयोग करना चाहिए. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? കടലാസുകളോ അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള സഞ്ചികളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ദോഷങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റും. പ്ലാസ്റ്റിക് രോക്കോ, സ്वस्थ രഹോ, ധർത്തിക്കോ ബച്ചാവോ. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ, ഭൂമിയെ സംരക്ഷിക്കൂ. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് 16 മാർക്കിന് ചോദിക്കും. പ്ലാസ്റ്റിക് വ്യായാമം ബേക്കാരിക്ക് സമസ്യയാകാം. അങ്ങനെ 4 ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പം വേറെയും വരാം. അപ്പോൾ ഏതെങ്കിലും 4 ചോദിക്കും, ഒരെണ്ണം എഴുതിയാൽ മതി.
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. രാഷ്ട്രത്തിൻ്റെ പല പല ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ ചോദ്യപേപ്പറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായി കണ്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ രാഷ്ട്രം എന്നുള്ളത് +2 സിലബസ് പോലെയാണ്. +2 വരുന്ന ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രഭാഷ ഹിന്ദി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പം CBSE 8ാം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് നേരിട്ട് രാഷ്ട്രം എഴുതാൻ പറ്റും. അപ്പോൾ രാഷ്ട്രം പഠിച്ച കുട്ടികൾക്ക് പ്രവേശ് പഠിക്കാം. പ്രവേശ് പഠിച്ച് ഭൂഷണ് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് UPയിലേക്ക് അപേക്ഷിക്കാം. സാഹിത്യചര്യ കഴിഞ്ഞ് +2 B.Ed ആചാര്യ കോഴ്സ് 2 വർഷത്തേക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +2 വരെ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കാനുള്ളൊരു സൗകര്യം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് കൊണ്ടുള്ള നേട്ടങ്ങൾ. അപ്പോൾ തുടർന്ന് എല്ലാവരും പഠിക്കുക. പ്രഥമം മുതൽ സാഹിത്യചര്യ വരെയും പഠിച്ച് ആചാര്യ കോഴ്സും കൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ സ്കൂളിൽ ഹിന്ദി ടീച്ചറാകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് ഫുള്ള് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളുകളിൽ അധ്യാപകത്തിന് വേണ്ടി ജോലിക്ക് സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉപയോഗം മനസ്സിലാക്കി പഠിക്കുക.